വിശദമായ വാർത്തകളിലേക്ക്. ഒരിടവേളയ്ക്ക് ശേഷം എറണാകുളം കോട്ടപ്പടിയിൽ വീണ്ടും കാട്ടാന ശല്യം. ജനവാസ മേഖലകളിൽ ഇറങ്ങിയ ആനകൾ കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. കോട്ടപ്പടി പഞ്ചായത്തിൽ അടുത്തിടെ കാട്ടാനയാക്രമണത്തിന് കുറവ് വന്നിരുന്നു. ഇതിന്റെ ആശ്വാസത്തിലായിരുന്നു കർഷകർ. എന്നാൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ വീണ്ടും ആനക്കൂട്ടമെത്തി. ജനവാസ മേഖലകളിൽ ഇറങ്ങിയ ആനകൾ കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. വടക്കും ഭാഗം പുല്ലുവഴിച്ചാൽ പ്രദേശത്തെ കർഷകരുടെ വാഴ, കപ്പ, റബ്ബർ തുടങ്ങിയവ കാട്ടാനക്കൂട്ടം തിന്നും ചവിട്ടിമെതിച്ചും നശിപ്പിക്കുകയായിരുന്നു. വടക്കും ഭാഗം പുല്ലുവഴിച്ചാലിലെ തെക്കനാട്ട് രവി എന്ന കർഷകന്റെ കൃഷിയിടത്തിലെ 200ഓളം വാഴകളാണ് ആനകൾ നശിപ്പിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ വീണ്ടും ആനയുടെ ശല്യം കൂടി വരുന്നത്. ഏതാണ്ട് 6 മാസം മുമ്പ് വരെ ഇവിടെ ആന ഒറ്റപ്പെട്ട് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എണ്ണം കൂടി വന്ന് ഈ പ്രദേശത്തുള്ളവർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ, കൃഷി ചെയ്ത് കർഷകൻ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും പകൽ സമയം പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സമീപത്തെ കൃഷിയിടങ്ങളിലും സമാനമായ രീതിയിൽ കാട്ടാനയാക്രമണം ഉണ്ടായിട്ടുണ്ട്. കൃഷിനാശം മാത്രമല്ല, ജീവനും സ്വത്തിനും വരെ ആനകൾ ഭീഷണിയായിരിക്കുകയാണെന്ന് കർഷകർ പരാതിപ്പെടുന്നു. ന്യൂസ് 18 കോതമംഗലം. കോഴിക്കോട് വടകര മൂരാട് മുതൽ കരിമ്പനപ്പാലം വരെ അടിപ്പാത നിർമ്മിക്കുമെന്ന് അധികൃതർ. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ, MP, MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്ഥലം സന്ദർശിച്ചു. അടിപ്പാത വരുമെന്ന ഉറപ്പിൽ താൽക്കാലിക ആശ്വാസത്തിലാണ് നാട്ടുകാർ. വടകരയിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് MP-യുടെയും MLA-യുടെയും സാന്നിധ്യത്തിൽ ദേശീയപാത അതോറിറ്റി അധികൃതർ സന്ദർശനം നടത്തിയത്. മൂരാട് മുതൽ കരിമ്പനപ്പാലം വരെ അടിപ്പാതയില്ലാത്തതിനാൽ പ്രദേശവാസികൾ സമരത്തിലായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദർശനം. പ്രദേശത്ത് അനുയോജ്യമായ സ്ഥലത്ത് അടിപ്പാത അനുവദിക്കാമെന്ന് അതോറിറ്റി ഉറപ്പു നൽകി. മണ്ഡലത്തിലെ നാദാപുരം റോഡ്, മടപ്പള്ളി, കണ്ണൂക്കര തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളും MP-യും MLA-യും ശ്രദ്ധയിൽപ്പെടുത്തി. ഇവിടങ്ങളിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പിക്കുന്ന തരത്തിൽ അടിപ്പാത അനുവദിക്കുമെന്ന് അതോറിറ്റി ഉറപ്പു നൽകിയതായി MP-യും MLA-യും പറഞ്ഞു. പരിശോധനയിൽ പല ഭാഗങ്ങളിലും പല പ്രയാസങ്ങളും കാണുന്നുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കാൻ മീറ്റിംഗ് ഉടനെ വിളിച്ചു ചേർത്ത് പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. ചില അലൈൻമെൻറ്റിൻ്റെ ചില കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ സമീപിച്ച് ഇവിടെ എന്തായാലും വേണമെന്ന് പറഞ്ഞിടത്താണ് ഇപ്പോൾ SP ഓഫീസിൻ്റെ അടുത്ത് ഒരു അണ്ടർപാസ് അനുവദിച്ചത്. പക്ഷേ അത് കുറച്ചുകൂടി അവിടേക്കാണ്. അതുകൊണ്ട് ആളുകൾക്കൊരു പ്രയോജനം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഇത് പുനഃപരിശോധിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഇനി തിരുവനന്തപുരത്ത് ROയും കൂടി ചേർന്നുകൊണ്ട് MP-യുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നടത്തും. അവിടുന്ന് നമുക്ക് തീരുമാനമാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. അടിപ്പാതയില്ലാതെ ദേശീയപാത നിർമ്മിച്ചാൽ വലിയ വിഭാഗം ജനങ്ങൾ ഒറ്റപ്പെടുമെന്നും ഇവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുമെന്നുമാണ് ആശങ്ക. അധികൃതരുടെ ഉറപ്പിൽ പ്രതീക്ഷ പുലർത്തുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 വടകര. കാവുകളിലും ക്ഷേത്രങ്ങളിലും കളിയാട്ടങ്ങൾ തുടങ്ങിയതോടെ കാസർഗോഡ് തൃക്കരിപ്പൂർ മണിയാട്ട് സ്വദേശി ആലയിൽ ഭാസ്കരൻ തിരക്കിലാണ്. ഉത്തര മലബാറിലെ തെയ്യക്കോലങ്ങൾക്ക് വേണ്ട നിറമാർന്ന ഉടുപ്പുകൾ ഒരുക്കുന്ന അപൂർവം കലാകാരന്മാരിൽ ഒരാളാണ് ഭാസ്കരൻ. അറുപത് പിന്നിട്ട ഭാസ്കരൻ ഇന്ന് ഈ രംഗത്തെ അപൂർവം കലാകാരന്മാരിൽ ഒരാളാണ്. തൻ്റെ കൊച്ചുവീട്ടിലെ മുറിയിലിരുന്നാണ് ഇദ്ദേഹം തെയ്യങ്ങൾക്ക് നിറവസ്ത്രങ്ങൾ നെയ്യുന്നത്. ഈ കരവിരുത് തേടി തെക്ക് വടകര മുതൽ വടക്ക് സുള്ളിയ വരെയുള്ള നിരവധി തെയ്യം കലാകാരന്മാർ എത്താറുണ്ട്. അതേസമയം ഈ മേഖലയിൽ പുതുതലമുറയിലുള്ളവർ തൊഴിലെടുക്കാൻ എത്തുന്നില്ലെന്ന് ഭാസ്കരൻ പറയുന്നു. സീസൺ സമയത്ത് ഇഷ്ടം പണിയും കാര്യങ്ങളുണ്ടാവും. പിന്നെ എല്ലാ സമയത്ത് ഇപ്പോൾ 4 മണിക്കും മറ്റു കാര്യങ്ങൾക്കും പോകും. ഈ പണിക്കുന്ന ഈ ആൾക്കാരില്ലാത്തൊന്നും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. ആരും പിന്നെ ഈ ഇതിൽ വരുന്നില്ലേ, ഇപ്പോൾ വിളിച്ചാലും വരുന്നില്ല, എടുക്കാനില്ല, താല്പര്യക്കുറവ്, ഒപ്പിച്ചു പോലെ തന്നെ. അതായത് പിന്നെ ഏകദേശം വടകര മുതൽ മറ്റേ നമ്മൾ കർണാടക ബോർഡർ വരെ ഇവിടെ എടുത്ത് ആക്കും. തെയ്യത്തിന്റെ നിറപ്പൊലിമയ്ക്ക് അഴകു കൂട്ടുന്നവയാണ് ഉടയാടകൾ. പൂക്കട്ടി, വിതാനത്തറ, കാണിമുണ്ട് തുടങ്ങിയ ഉടയാടകൾക്ക് കൃത്യമായ അളവും രൂപവും ഉണ്ട്. പ്രത്യേകതരം തുണിയിൽ ഞൊറികൾ ഉണ്ടാക്കി അലങ്കാരങ്ങൾ നൽകി നിർമ്മിച്ചെടുക്കുക എന്നത് ശ്രമകരമായ ജോലിയാണ്. ഇവയ്ക്ക് പുറമെ കൊടിക്കൂറകളും മേലാപ്പുകളും ഇദ്ദേഹം ഉണ്ടാക്കി നൽകുന്നുണ്ട്. ന്യൂസ് 18 തൃക്കരിപ്പൂർ.
ഗുരുവായൂർ നഗരസഭയിൽ ഒപ്പം ക്യാമ്പയിൻ ഗുണഭോക്തൃ സംഗമം നടന്നു. ഗുരുവായൂർ നഗരസഭ, കുടുംബശ്രീ, PMAY, ദേശീയ നഗര ഉപജീവന മിഷൻ എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി നൈപുണ്യ വികസനവും തൊഴിൽ ഉറപ്പാക്കലും പദ്ധതിയിലെ വിദ്യാർത്ഥികളുടെ സംഗമവും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭയിൽ നിന്ന് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ നിന്നോ മറ്റു പദ്ധതികളിൽ നിന്നോ ധനസഹായം സ്വീകരിച്ച ഇതുവരെയും ഭവന നിർമ്മാണത്തിന്റെ അവസാന ഗഡു കൈപ്പറ്റാത്ത പട്ടികജാതി കുടുംബങ്ങൾ നഗരസഭ PMAY സെക്ഷനുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തോടെ ധനസഹായ പദ്ധതി അവസാനിക്കുന്നതിനാൽ ഫെബ്രുവരി 20-നകം അപേക്ഷകൾ നഗരസഭയിൽ ലഭിക്കേണ്ടതാണ്. 2005-2006 മുതൽ 2015-2016 വരെയുള്ള കാലയളവിൽ ധനസഹായം സ്വീകരിച്ചവരാണ് അധികൃതരെ ബന്ധപ്പെടേണ്ടത്. സാഹസിക യാത്ര ജീവകാരുണ്യ യാത്രയ്ക്കാക്കി മാറ്റി കോഴിക്കോട് ചെറുവാടി അഡ്വഞ്ചർ ക്ലബ് അംഗങ്ങൾ. 51 ബുള്ളറ്റുകളിൽ 75 പേർ ഇത്തവണ യാത്ര പോകുന്നത് ഇടുക്കിയിലെ മാമലക്കണ്ടം ആദിവാസി കോളനിയിലേക്കാണ്. ഇവിടേക്ക് ആവശ്യമായ 3 ലക്ഷം രൂപയുടെ ഗൃഹോപകരണങ്ങളാണ് ഇവർ എത്തിക്കുന്നത്. യാത്രകൾ ഹരമാക്കി മാറ്റുന്ന യുവതയ്ക്കിടയിൽ വ്യത്യസ്തരാവുകയാണ് ചെറുവാടി അഡ്വഞ്ചർ ക്ലബ് അംഗങ്ങൾ. വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുകയും സംസ്കാരം മനസ്സിലാക്കുകയും മാത്രമല്ല, ഓരോ യാത്രയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കുകയാണ് ഇവർ. 2013 ആരംഭിച്ച ചെറുവാടി അഡ്വഞ്ചർ ക്ലബിന്റെ 7ാമത് ബുള്ളറ്റ് റൈഡാണിവർ ഇപ്പോൾ നടത്തുന്നത്. ഇത്തവണ ഇടുക്കിയിലെ മാമലക്കണ്ടം ആദിവാസി കോളനിയിലേക്കാണ് ഇവരുടെ യാത്ര. അതും വെറും കൈയോടെയല്ല. 3 ലക്ഷം രൂപയുടെ ഗൃഹോപകരണങ്ങൾ, മരുന്നുകൾ, വീൽ ചെയറുകൾ, പഠനോപകരണങ്ങൾ, സൈക്കിളുകൾ, ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയവയുമായാണ് ഇവർ മാമലക്കണ്ടം ആദിവാസി കോളനിയിലെത്തുക. അവിടെ 30ഓളം ആദിവാസി കുടിലുകളുണ്ട്. ആ ആദിവാസികൾക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും അവരൊരു ലിസ്റ്റ് തന്നിരുന്നു. അതിലുള്ള മുഴുവൻ സാധനങ്ങൾ ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. 51 ബുള്ളറ്റുകളിലാണ് 75 പേരുടെ ജീവകാരുണ്യ യാത്ര. അഡ്വഞ്ചർ യാത്രയെ ജീവകാരുണ്യ യാത്രയാക്കി മാറ്റിയ ചെറുവാടി അഡ്വഞ്ചർ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്ന് ലിൻഡോ ജോസഫ് MLA. എല്ലാം കൊണ്ടും സമ്പുഷ്ടമായ ഒരു വലിയ സാധ്യത ഈ അഡ്വഞ്ചർ ടൂറിസം മേഖലയിലുണ്ട്. അത് വളരെ നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ആശയത്തോടു കൂടിയിട്ടാണ് അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാടിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം നമ്മൾ വെറും യാത്രകൾ മാത്രമല്ല, ചാരിറ്റി കൂടി അതിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനത്തിനാണ് അഡ്വഞ്ചർ ക്ലബ്ബ് നേതൃത്വം നൽകുന്നത്. ചെറുവാടി ഖിലാഫത്ത് സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച ബുള്ളറ്റ് യാത്രയോട് അനുബന്ധിച്ച് കൊടിയത്തൂർ പാലിയേറ്റീവ് ക്ലിനിക്കിന് ചെറുവാടി അഡ്വഞ്ചർ ക്ലബ്ബ് വീൽ ചെയർ നൽകി. ക്ലബ്ബ് രക്ഷാധികാരി ഗുലാം ഹുസൈൻ കോളക്കാടൻ അധ്യക്ഷനായി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് മുഖ്യാതിഥിയായി. ന്യൂസ് 18 കോഴിക്കോട്. ഭീമൻ ഓഫ് റോഡ് റേസ് സീസൺ 1 കോതമംഗലം പുലിമലയിൽ നടന്നു. 4 കാറ്റഗറിയിലായിട്ടായിരുന്നു മത്സരം. 5, 4, 3, 2, 1, go! കോതമംഗലം പുലിമലയിൽ സാഹസികർക്ക് ആവേശം പകർന്ന നിമിഷങ്ങളായിരുന്നു ഇത്. സംസ്ഥാനത്തെ പ്രധാന ഓഫ് റോഡ് റേസിംഗ് വാഹനങ്ങളും ഡ്രൈവർമാരും റേസിനെത്തി. ഡീസൽ, പെട്രോൾ, എക്സ്പേർട്ട്, ഓപ്പൺ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായി 80ഓളം വാഹനങ്ങൾ പങ്കെടുത്തു. ഭീമൻ ഓഫ് റോഡേഴ്സ് നടത്തുന്ന ഭീമൻ ഓഫ് റോഡ് ചലഞ്ച് സീസൺ 1-ലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ എക്സ്പേർട്ട്, ഡീസൽ, പെട്രോൾ, ഓപ്പൺ അങ്ങനെ 4 കാറ്റഗറിയിലായിട്ടാണ് വണ്ടികൾ ഓടുന്നത്. 100% ടെക്നിക്കലായിട്ടുള്ള ട്രാക്കാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഓഫ് റോഡേഴ്സും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഓഫ് റോഡ് മത്സരത്തിന്റെ ഫ്ളാഗ് ഓഫ് ആന്റണി ജോൺ MLA നിർവഹിച്ചു. വാർഡ് മെമ്പർ SM അലിയാർ, മുനിസിപ്പൽ കൗൺസിലർ KV തോമസ്, ഭീമൻ ഓഫ് റോഡ് ക്ലബ് COC മൊഹിയുദ്ദീൻ അപ്പാടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കോതമംഗലം.
ഫിഷറീസ് വകുപ്പ് ഗുരുവായൂർ നഗരസഭയുടെ സഹകരണത്തോടെ നഗരസഭാ പ്രദേശത്ത് നടപ്പിലാക്കുന്ന സുഭിക്ഷ കേരളം ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ അങ്കണത്തിൽ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ എം ഷഫീർ അധ്യക്ഷത വഹിച്ചു. 66 സ്വകാര്യ കുളങ്ങളിലേക്കും 4 പൊതുകുളങ്ങളിലേക്കുമായി 26,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. കരവിരുതിന്റെ മനം മയക്കുന്ന കാഴ്ചകൾ ഒരുക്കിയിരിക്കുകയാണ് തൊടുപുഴ കോലാനി സ്വദേശിനി ഭാനുമതിയമ്മ. ഭാനുമതിയമ്മയുടെ സ്വീകരണ മുറി നിറയെ മനോഹര കാഴ്ചകളാണ്. കോലാനി പഞ്ചവടിപ്പാലത്തെ ഭാനുമതിയമ്മയുടെ വീട്ടിൽ ചെന്നാൽ പലതരം പഴങ്ങൾ നിറച്ച പാത്രങ്ങൾ മേശമേൽ കാണാം. എന്നാൽ ഇവയെല്ലാം ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ചൈന ക്ലേ ഉപയോഗിച്ച് ഭാനുമതിയമ്മ നിർമ്മിച്ചവയാണ്. കരവിരുതിന്റെ മനോഹര കാഴ്ചകളാണ് ഈ വീട് നിറയെ. ഉണക്കപ്ലാവില, കമുകിൻ കുമ്പാള, പാള, ചകിരി, അടയ്ക്കാത്തൊണ്ട്, എന്തിനേറെ പറയുന്നു വറ്റൽമുളകിന്റെ ഞെട്ടുപോലും ഭാനുമതിയമ്മ എന്ന കലാകാരിയുടെ അസംസ്കൃത വസ്തുക്കളാണ്. വലിയ വെള്ളത്തുണികളിൽ നൂൽ കൊണ്ടും പെയിന്റ് കൊണ്ടും ശ്രീനാരായണ ഗുരുവിന്റെ ചെമ്പഴന്തിയിലെ വീട് മുതൽ മതമൈത്രിയും ദേശീയതയുണർത്തുന്ന കലാസൃഷ്ടികളുമാണ് ഭാനുമതിയമ്മ തയ്യാറാക്കിയിട്ടുള്ളത്. കൃഷി ചെയ്യാൻ പറ്റാതെ വന്നു. അന്നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇത് തന്നെയാണ്, വലിയ അധ്വാനമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. 4 വർഷം മുൻപ് തൊടുപുഴയിലുണ്ടായിരുന്ന ഒരു മ്യൂറൽ ചിത്രകലാകാരന്റെ ശിഷ്യയായി അതിലും പ്രാവീണ്യം നേടി. ഫാഷൻ ഡിസൈനറായ മൂത്തമകൾ ദീപയുടെയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഇളയമകൾ സന്ധ്യയുടെയും പൂർണ്ണ പിന്തുണയോടെ കൃഷിയും കലയുമായി കഴിയുകയാണ് ഈ 72കാരി. ന്യൂസ് 18 ഇടുക്കി. ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ മൂന്നാർ നല്ലതണ്ണി INTUC സൊസൈറ്റി ഹാളിൽ നടന്നു. കൺവെൻഷൻ MLAയും INTUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായ AK മണി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് VM ജോസഫ് അധ്യക്ഷത വഹിച്ചു. വാഹനാപകടങ്ങളിൽപ്പെട്ട് ആശുപത്രികളിൽ എത്തുന്നവർക്ക് ഇനി രക്തത്തിലെ ആൽക്കഹോൾ കണ്ടെത്തുന്നതിനുള്ള പരിശോധന നടത്തും. ഇടുക്കിയിൽ മദ്യപിച്ചുള്ള വാഹനാപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലാ കലക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. വാഹനാപകടങ്ങളിൽപ്പെട്ട് ആശുപത്രികളിൽ എത്തുന്നവർക്ക് രക്തപരിശോധന നടത്താത്തത് മൂലം മദ്യപിച്ച് വാഹനമോടിച്ച് അപകടങ്ങൾ വരുത്തുന്ന ഡ്രൈവർമാർ നിയമത്തിനു മുന്നിൽ രക്ഷപ്പെടുന്ന സാഹചര്യമാണുള്ളത്. വാഹനാപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ ഇടുക്കി മോട്ടോർ എൻഫോഴ്സ്മെന്റ് നടത്തിയ പഠനത്തിൽ ഭൂരിഭാഗം അപകടങ്ങളും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് മൂലമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ വാഹനാപകടങ്ങളിൽപ്പെട്ട് ആശുപത്രികളിൽ എത്തുന്നവർക്ക് രക്തത്തിലെ മദ്യത്തിന്റെ അംശം കണ്ടെത്തുന്നതിനുള്ള പരിശോധന നിർബന്ധമാക്കണമെന്ന് ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO PA നസീർ ജില്ലാ കളക്ടർക്ക് ശുപാർശ നൽകിയിരുന്നു. പരിശോധനയിൽ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ ഇക്കാര്യം എൻഫോഴ്സ്മെന്റ് RTO ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എന്നിവരെ രേഖാമൂലം അറിയിക്കണം. ഇതിനായി ഇടുക്കി ജില്ലാ കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ അപ്പോൾ തന്നെ ആ വിവരം കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് RTO ഓഫീസിലും അനന്തര നടപടിക്കായി റിപ്പോർട്ട് തരണമെന്നുള്ള ശുപാർശ ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് നൽകിയുണ്ടായി. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ ലൈസൻസ് 3 മാസം മുതൽ 6 മാസം വരെ സസ്പെൻഡ് ചെയ്യുവാൻ നിലവിൽ വ്യവസ്ഥകളുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് വിഭാഗം വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. എൽക്യാമ്പോ പരപ്പനങ്ങാടിയുടെ നേതൃത്വത്തിൽ വനിതാ 5s ഫുട്ബോൾ ടൂർണമെന്റ് മലപ്പുറം ചുടലപ്പറമ്പ് BEM സ്കൂൾ മൈതാനത്ത് സംഘടിപ്പിച്ചു. പരപ്പനങ്ങാടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷഹർ ബാനു ഉദ്ഘാടനം ചെയ്തു. എൽക്യാമ്പോ ക്ലബ് സെക്രട്ടറി ലിജിത് P. ദാസ് അധ്യക്ഷത വഹിച്ചു. 17ാം വാർഡ് കൌൺസിലർ ഷമേറ്റ്, സ്പോർട്സ് കൌൺസിൽ അംഗം അരവിന്ദൻ, അൽഹേദ് ആലം, അബ്ദുൾ സമദ്, റിസോർട്ട് കക്കാടംപോയിൽ മാനേജർ സമദ് എന്നിവർ പങ്കെടുത്തു. ഫൈനൽ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് വർക്കേഴ്സ് ക്ലബ് പരപ്പനങ്ങാടിയെ പരാജയപ്പെടുത്തി ഓൾഫീൽഡ് FC വിജയികളായി. ക്യാപ്സൂൾ MD അബ്ദുൾ കബീർ മച്ചിഞ്ചേരി വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും നൽകി.
ഭക്ഷ്യവിഷബാധയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ഗാനവുമായി കണ്ണൂരിലെ ടാക്സി ഡ്രൈവർ. ഇരട്ടി സ്വദേശിയായ ബിജു കല്ലുവയിലാണ് വ്യത്യസ്തമായി ഗാനം തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിലെമ്പാടും കുഴിമന്തി കഴിച്ചിട്ട് കുഴിയിലേക്ക് എടുക്കുന്ന എന്റെ മച്ചുനി. കേരളത്തിലെമ്പാടും കുഴിമന്തി കഴിച്ചിട്ട് കുഴിയിലേക്ക് എടുക്കുന്ന എന്റെ മച്ചുനി. കുഴിമന്തി കാണുമ്പോൾ ജീവിതം പുഴയുമെന്നോർക്കണേ, നിങ്ങൾ ഓർക്കണേ. മാറുന്ന ഭക്ഷണശീലങ്ങൾ മലയാളിക്ക് വിനയാകുന്നു എന്നെടുത്തു പറയുകയാണ് കുഴിമന്തി പാട്ട്. ഭക്ഷ്യവിഷബാധയും അതിൽ കുട്ടികൾ ഇരയാകുന്നതും വാർത്തകളിൽ നിറയുമ്പോഴാണ് പാട്ടിലെ വരികൾ പ്രസക്തമാകുന്നത്. അൽഫാമും ഷവർമയും കുഴിമന്തി കഴിക്കുമ്പോൾ കാച്ചിലാ ഓട്ടപ്പാച്ചിലാ. അൽഫാമും ഷവർമയും കുഴിമന്തി കഴിക്കുമ്പോൾ കാച്ചിലാ ഓട്ടപ്പാച്ചിലാ. മണം കൊണ്ട് കൊതിപ്പിക്കും, രുചി കൊണ്ട് തീറ്റിക്കും, പിന്നെയോ നമ്മെ തുലയ്ക്കും. മണം കൊണ്ട് കൊതിപ്പിക്കും, രുചി കൊണ്ട് തീറ്റിക്കും, പിന്നെയോ നമ്മെ തുലയ്ക്കും, നമ്മെ തുലയ്ക്കും. ബിജു കല്ലുവയൽ തന്റെ വരികൾ PK ബിന്ദുവിനൊപ്പമാണ് ആലപിച്ചിരിക്കുന്നത്. ആളുകൾക്ക് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണത്തെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നൽകുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പാട്ട് ഇറക്കിയിരിക്കുന്നത്. കുഴിമന്തി കാണുമ്പോൾ ജീവിതം പുഴയുമെന്നോർക്കണേ, നിങ്ങൾ ഓർക്കണേ. ചക്രജംഗ ചക്ര ചക്ര ചക്രജംഗ ചക്ര ചക്ര ചക്രജാ ചക്രജാ. അരുൺ പയ്യാവൂരാണ് ക്യാമറ, മിക്സിംഗ് കുഞ്ഞികൃഷ്ണൻ. ദോശയും സാമ്പാറും പുട്ടും കടലയും ടേസ്റ്റാ, എന്ത് ടേസ്റ്റാ. ദോശയും സാമ്പാറും പുട്ടും കടലയും ടേസ്റ്റാ, എന്ത് ടേസ്റ്റാ. പഴമൊക്കെ കഴിക്കുന്ന പഴങ്കഞ്ഞിക്കെന്തൊരു രുചിയാ, അതിരുചിയാ. പഴമൊക്കെ കഴിക്കുന്ന പഴങ്കഞ്ഞിക്കെന്തൊരു രുചിയാ, അതിരുചിയാ. കേരളത്തിലെമ്പാടും കുഴിമന്തി കഴിച്ചിട്ട് കുഴിയിലേക്ക് എടുക്കുന്ന മച്ചുനാ എന്റെ മച്ചുനേ. കേരളത്തിന്റെ തനത് വിഭവങ്ങളുടെ രുചിയും മേന്മയും ഗാനം മലയാളിയെ ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് 18 കണ്ണൂർ. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമനോടൊപ്പം സംഘടിപ്പിച്ച നാട്ടുകൂട്ടം ചിത്ര ശില്പശാല വേറിട്ട അനുഭവമായി മാറി. കാസർഗോഡ് പുല്ലൂരിൽ ശില്പശാലയിൽ ചിത്രകാരന്മാരും 100ഓളം ചിത്രകലാ വിദ്യാർത്ഥികളും പങ്കെടുത്തു. പുല്ലൂർ വണ്ണാർ വയലിലെ അഡ്വക്കേറ്റ് പി കൃഷ്ണനായർ മെമ്മോറിയൽ ലൈബ്രറി ചിത്രകാർ കേരളയുമായി സഹകരിച്ചാണ് കാനായിക്കൊപ്പം നാട്ടുകൂട്ടം ചിത്ര ശില്പശാല സംഘടിപ്പിച്ചത്. ചിത്രകാർ കേരളയിലെ ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനം, കാനായിയും കുട്ടികളും തമ്മിലുള്ള നാട്ടുവർത്തമാനം, കലാവർത്തമാനം, തത്സമയ പ്രകൃതി ചിത്രവര എന്നിവയും സംഘടിപ്പിച്ചു. വിദേശങ്ങളിൽ പലപ്പോഴും കലാസൃഷ്ടികൾ ആദരവോടുകൂടി സൂക്ഷിക്കപ്പെടുമ്പോൾ ഇന്ത്യയിൽ പലപ്പോഴും അവഗണനയാണ് നേരിടേണ്ടി വരുന്നതെന്ന് കാനായി വിമർശിച്ചു. രാവിലെ പാടത്ത് പോയി പണിയെടുത്തിട്ട് വേണം സ്കൂളിൽ പോകാൻ കേട്ടോ. നിങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ അല്ല. പഴയകാലത്തെ മക്കളെ നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പഴയ നാട്ടിൽ പഴയ കുട്ടികളൊക്കെ ജീവിച്ച് വളർന്നത്. നിങ്ങളെ അച്ഛനമ്മമാരും എല്ലാം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ വളർത്തുന്നത്, അത് മനസ്സിലാക്കുക. അപ്പോൾ കല എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ. ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂരാണ് ശില്പശാല നയിച്ചത്. ലോകപ്രശസ്തനായിട്ടുള്ള ശില്പി ശ്രീ കാനായി കുഞ്ഞിരാമൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ജീവിതവും കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകൾ, കലാകാരന്മാരും നാട്ടുകാരും അതുപോലെ കലാ ആസ്വാദകരും ഈ നാട് മുഴുവൻ ഇവിടെ ഒഴുകിയെത്തുകയായിരുന്നു. അദ്ദേഹത്തിനെ ആ രീതിയിലാണ് സ്വീകരിച്ച് ഇവിടെ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ചരിത്രത്തിൽ ഗ്രാമങ്ങളിലേക്ക് ചിത്രങ്ങളും ശില്പങ്ങളും എത്തുന്നു, ചിത്രകാരന്മാരെത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ ഒരു പരിപാടിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പകൽ മുഴുവൻ കുട്ടികളോടും നാട്ടുകാരോടുമൊപ്പം സംവദിച്ചാണ് കാനായി കുഞ്ഞിരാമൻ മടങ്ങിയത്. ന്യൂസ് 18 കാസർഗോഡ്. ശ്രീനാഥ് സി മേനോൻ സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രം മദർകോഡ് സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു. ജെയ്സ് ഇന്റർനാഷണലിന്റെ ബാനറിൽ ഷിൻഡ ജുബിനാണ് നിർമ്മാണം. മാധ്യമപ്രവർത്തകനായ KB ദിലീപ് കുമാറാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത്. ക്യാമറ അക്ഷയ് രാജും, എഡിറ്റിംഗ് രാഹുൽ ബാലയും, സംഗീതം അനുരാഗ് സുരേഷും നിർവഹിച്ചിരിക്കുന്നു. മയക്കുമരുന്ന് സമൂഹത്തിൽ ഉയർത്തുന്ന വെല്ലുവിളിയാണ് പ്രമേയം. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. ആത്മഹത്യയാണെങ്കിൽ അതിനൊരു കാരണം കാണണ്ടേ? അതൊരു കൊലപാതകമാണെന്ന് പറയണ്ടല്ലോ. അടിപിടി, മോഷണം, കഞ്ചാവ്, കൊലപാതകം, നല്ല കേസുകളുണ്ട്. അഖിൽ എങ്ങനെയാ മരിച്ചത്? സാർ പോലീസാ?
കുറ്റവാളികൾ ഒളിപ്പിക്കുന്നതും ഒരു പ്രൈമറി ഒഫൻസ് ആണെന്ന് ഞാൻ പറഞ്ഞ തരേണ്ട കാര്യമില്ലല്ലോ സാറിന്. വേനൽക്കാലത്തും ജലസമൃദ്ധിയിലാണ് കോഴിക്കോട് വടകര കോട്ടപ്പാറ മലയിലെ കിണറുകൾ. ഇവിടെ 20 സെന്റ് സ്ഥലത്തുള്ളത് 15 കിണറുകളാണ്. ഇവിടെ കിണർ കുഴിക്കാൻ താഴ്വരയിലുള്ളവർ എത്തുന്നത് പതിവാണ്. വടകര കോട്ടപ്പള്ളിയിലെ കോട്ടപ്പാറമല 1ഉം 2ഉമല്ല കിണറുകൾ. 20 സെന്റ് സ്ഥലത്ത് മാത്രം 15 കിണറുകളാണുള്ളത്. വേനലിൽ 13 കിണറിലും വെള്ളം കിട്ടും. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരമുള്ള ഈ പ്രദേശത്ത് എങ്ങനെ ഇത്രയേറെ വെള്ളം ലഭിക്കുന്നു എന്നത് അത്ഭുതവും കൗതുകവുമാണ്. കുന്നിൻ പ്രദേശമല്ലേ ഇത്. അപ്പം കുന്നുറവാണ് ഇവിടെ കംപ്ലീറ്റ്. കുന്നുറവ് കാരണം വെച്ചാൽ മേലെ നിന്ന് വലിയ ഉയരമുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ഇറങ്ങുന്ന വെള്ളം കിണറ്റിലേക്ക് വരുന്ന താഴെ. ഇപ്പോൾ ഉപയോഗിക്കുന്ന കിണർ 10-13 എണ്ണം ഉണ്ട്. മൊത്തത്തിൽ 15 എണ്ണം ഉണ്ട്. 15-16 എണ്ണം ഉണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നത് 13 എണ്ണം കൃത്യമായിട്ടുണ്ട്. നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം കിട്ടുന്ന കിണറുകൾ. ഇവിടെ കിണർ കുഴിച്ചാൽ വീട്ടിൽ ടാങ്കും മോട്ടോറും വേണ്ട. ചെറിയ പൈപ്പ് ഘടിപ്പിച്ചാൽ വെള്ളമൊഴുക്കാം. നാട്ടുകാർക്കെല്ലാം ഭയങ്കര പ്രയോജനമല്ലേ ഇതെന്ന് വെച്ചാൽ മഴക്കാലത്ത് മാത്രമല്ല വേനൽക്കാലത്ത് കുംഭം മീനം മേടമാസത്തിലുള്ള ഭയങ്കര ചുട്ടുപൊള്ളുന്ന വെയിലത്തു ഈ പ്രദേശത്തുള്ള വെള്ളം അങ്ങനെ തന്നെ നിലനിന്നിട്ട് നല്ല ഇളനീര് വെള്ളം പോലത്തെ വെള്ളം, ശുദ്ധമായ വെള്ളം പലർക്കും ഉപകാരപ്പെടുന്നുണ്ട്. കിണറുകൾക്ക് ആഴം കുറവാണ്. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു കവിയും. അരീക്കുളങ്ങര രാജൻ, നിരയിൽ ബാബു തുടങ്ങിയവരുടെ ഉടമസ്ഥതയിലാണ് ഭൂമി. മറ്റുള്ളവർക്ക് കിണർ കുഴിക്കാൻ ഇവർ സൗകര്യം ചെയ്തു നൽകും. പാറയുടെ പരിസരത്തും ആളുകൾ കിണർ കുഴിക്കുന്നുണ്ട്. താഴ്വാരത്ത് താമസിക്കുന്ന ശുദ്ധജലം ലഭിക്കാത്തവരാണ് ഈ മലയിലെ കിണറുകളെ ആശ്രയിക്കുന്നത്. കോട്ടപ്പാറ മലയിൽ താമസിക്കുന്നവർക്കും അതിന് താഴ്വരയുള്ളവർക്കും ഒരാശങ്കയും ഈ വേനലിലുമില്ല. അവർക്ക് ഇഷ്ടം പോലെ വെള്ളം കിട്ടാൻ 13 കിണറുകൾ ഇപ്പോഴുമുണ്ട്. കെ സുഷാന്ത്, ന്യൂസ് 18 വടകര. വിവാഹ വാർഷികം വ്യത്യസ്തമാക്കി കോഴിക്കോട് മുക്കത്തെ ദമ്പതിമാർ. ഫയർഫോഴ്സിന് രക്ഷാ ഉപകരണങ്ങൾ നൽകിയാണ് ഇവർ വേറിട്ടതായത്. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം. മുക്കം കുറ്റിപ്പാല സ്വദേശി അനിൽകുമാർ, അരുണിമ ദമ്പതികളാണ് വ്യത്യസ്തമായ ആഘോഷം സംഘടിപ്പിച്ചത്. ഇവരുടെ 24ാം വിവാഹ വാർഷികമാണ് വേറിട്ട രീതിയിൽ ആഘോഷിച്ചത്. മലയോര മേഖലയായ മുക്കത്തെ പുഴകളിലും മലമടക്കുകളിലും രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ്. ഇതിനാവശ്യമായ കർമാൻഡൽ റോപ്പ്, സേഫ്റ്റി ഹാർനസ്, കാരബീനർ തുടങ്ങിയ ഉപകരണങ്ങളാണ് ഫയർഫോഴ്സിന് സമ്മാനമായി നൽകിയത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ പുഴകൾക്ക് കുറുകെ നടത്തുന്ന ഹൊറിസോണ്ടൽ റോപ്പ് റെസ്ക്യൂ, മലയടിവാരങ്ങളിലും ഉയർന്ന കെട്ടിടങ്ങളിലും രക്ഷാപ്രവർത്തനം സാധ്യമാക്കുന്ന വെർട്ടിക്കൽ റോപ്പ് റെസ്ക്യൂ തുടങ്ങിയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണിത്. ഫയർഫോഴ്സിൻ്റെ ഒരു പ്രവർത്തനം കണ്ടുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ നല്ല സപ്പോർട്ട് അവർക്ക് കൊടുക്കണം എന്ന്. അപ്പോഴാണ് നേരത്തെ ASO വിജയേട്ടൻ ഇങ്ങനെ ഒരു സ്പൈൻ ബോർഡിൻ്റെ കാര്യം പറഞ്ഞു. വളരെ ഉപകാരമായിരുന്നു. ആക്സിഡൻറ്റ് പറ്റിയവർക്ക് നട്ടലിന് പരിക്ക് പറ്റാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അത് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്തവണ ഈയൊരു സംഭവത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് കൊടുത്ത ആ റോപ്പിൻ്റെ ശരി, തീർച്ചയായിട്ടും അത് ചെയ്യാം എന്നേറ്റു. പക്ഷേ ആർഭാടങ്ങൾ വേണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമേ ഉള്ളൂ. കാരണം ഞങ്ങൾ അതിനില്ല. ഞങ്ങളുടെ ആഘോഷം ഇതോടുകൂടി ഇന്നത്തെ എല്ലാം തീർന്നു. ചടങ്ങിലേക്ക് ആന്ധ്രാപ്രദേശിലെ ന്യൂസ്വിഡ് സബ് കളക്ടർ ആദർശ് രാജേന്ദ്രൻ IAS കൂടിയെത്തിയപ്പോൾ സന്തോഷം ഇരട്ടിയായി. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചിലവാക്കിക്കൊണ്ട് നാടിന് മൊത്തം മാതൃകയാവുക എന്ന് പറയുന്നത് അത് വലിയ കാര്യമാണ്. വലിയ കാര്യം പറഞ്ഞാൽ വലിയ മനസ്സാണ്. കാരണം ഇതിപ്പം നമുക്കറിയാം, നമ്മൾ സന്തോഷം മാത്രമല്ല, ഇത് എത്ര ആൾക്കാരുടെ ജീവിതമാണ് ഇത് ഈ റോപ്പായാലും എല്ലാ എക്യുപ്മെൻസും കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അതിന് നല്ലൊരു മനസ്സ് വേണം. മനസ്സ് മാത്രം പോലെ നല്ലൊരു കാഴ്ചപ്പാടും വേണം. മുക്കം ഫയർ സ്റ്റേഷൻ പരിസരത്ത് വെച്ചായിരുന്നു ആഘോഷം. മലയോര മേഖലയായ മുക്കത്ത് അവർ നൽകിയിട്ടുള്ള രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ ഉപകാരപ്പെടാത്ത അവസ്ഥയിൽ, അതായത് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഫയർ സർവീസുകാർ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ വലിയ റിസ്ക്കുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായി ആളുകളെ രക്ഷപ്പെടുത്താൻ ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ഇവർ ഫയർ സ്റ്റേഷനിലേക്ക് അപകട രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്പൈൻ ബോർഡ് നൽകിയിരുന്നു. ന്യൂസ് 18 മുക്കം.